AI ഉച്ചകോടിയിലെ കോൺഗ്രസിന്റെ പ്രതിഷേധം വലിയ വിവാദമായിട്ടുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കറിയാം, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇത്രയധികം ദേഷ്യപ്പെട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രോഷാകുലനായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകരോട് സംസാരിച്ചത്, രാഹുൽ ഗാന്ധിക്ക് താക്കീത് കൊടുത്തത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത്, കോൺഗ്രസുകാർ ഉടിതുമ്മി ഉരിഞ്ഞ് പ്രതിഷേധിക്കേണ്ട ആവശ്യം എന്താണ്? നിങ്ങൾ എനിക്ക് നേരെ പ്രതിഷേധിക്കൂ. എന്തിനാണ് രാജ്യത്തെ ജനങ്ങൾക്ക് നേരെയും രാജ്യത്തിന് നേരെയും പ്രതിഷേധിക്കുന്നത്? രാജ്യത്തിന് അഭിമാനപൂർവ്വമായിട്ടുള്ള ഒരു ഉച്ചകോടി നടക്കുകയാണ്. അവിടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇതുമായി എത്തിയത്. ഈ ഒരു സാഹചര്യത്തിൽ അവിടെയുള്ള BJP പ്രവർത്തകരും ജനങ്ങളും കോൺഗ്രസുകാരെ അടിച്ചോടിക്കുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ ഇന്ത്യൻ പ്രധാനമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, കോൺഗ്രസുകാരെ ആരും നഗ്നരാക്കി നിർത്തേണ്ട ആവശ്യമില്ല, അവർ ഓൾറെഡി നഗ്നരാണ് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അറസ്റ്റ് തുടങ്ങിയിരിക്കുന്നു ഇതിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. AYC പ്രസിഡന്റ് ഉദയഭാനു ചിബിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. കോടതി അദ്ദേഹത്തെ 4 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. AI ഇമ്പാക്ട് ഉച്ചകോടിക്കിടെ നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഉദയഭാനു ചിബിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ കേസിൽ ഇതുവരെ 8ാമത്തെ അറസ്റ്റാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. തിങ്കളാഴ്ച മറ്റു 3 പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതിഷേധ ദിവസം 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് AI ഇമ്പാക്ട് ഉച്ചകോടിയിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഉദയഭാനു ചിബിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ ഇത് 8ാമത്തെ അറസ്റ്റാണ്. തിങ്കളാഴ്ച ഡൽഹി പോലീസ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഡൽഹി പ്രസിഡന്റ് ഉദയഭാനു ചിബിനെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരുന്നു. അറസ്റ്റിന് ശേഷം പോലീസ് ഉദയഭാനു ചിബിനെ പട്ടിയാല ഹൗസ് കോടതിയിൽ ഹാജരാക്കി. തിങ്കളാഴ്ച നേരത്തെ ജിതേന്ദ്ര യാദവ്, രാജ് ഗുർജാർ, അജയ് കുമാർ എന്നീ 3 പ്രതികളെ കൂടെ ഗ്വാളിയോറിൽ നിന്ന് അറസ്റ്റ് ചെയ്ത റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.